വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അൽ സുവൈദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ദോഹ, ഖത്തർ. അധ്യായം 246. എഴുത്തുകൊണ്ടും ചിന്തകൾ കൊണ്ടും വിസ്മയിപ്പിക്കുന്നവർ. കാമ്പുള്ള എഴുത്തും കാതലുള്ള മരവും ഒരുപോലെയാണെന്നാണ് പറയുക. രണ്ടും കാലങ്ങളെ അതിജീവിക്കും. ചില എഴുത്തുകൾ കരിയില പോലെയാണ്, പെട്ടെന്നാളിക്കത്തും. എന്നാൽ അതിലേറെ എളുപ്പത്തിൽ അത് ചാരമാവുകയും ചെയ്യും. മറ്റു ചില എഴുത്തുകൾ മഴ പോലെയാണ്, പെയ്തു തോർന്നാലും മരം പെയ്തുകൊണ്ടേയിരിക്കും. തലമുറകളെ പ്രചോദിപ്പിക്കുകയും നേരെ നടത്തുകയും ചെയ്യുന്ന എഴുത്തുകളും സമൂഹത്തിലെ തെറ്റുകളെ തിരുത്തുന്ന എഴുത്തുകളുമൊക്കെ ലോകം ശ്രദ്ധിക്കുന്നവയാണ്. കാലത്തിനൊപ്പം സഞ്ചരിക്കുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുക എന്നത് എല്ലാവർക്കും കഴിയുന്ന കാര്യവുമല്ല. പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഒഴുക്കിനെതിരെ പടവെട്ടി വേണം ഇത് സാധ്യമാക്കാൻ. ഇത്തരത്തിൽ ഭാവനയുടെ കരുത്തും ചിന്തയുടെ ചന്തവും കൊണ്ട് ജനസഞ്ചയങ്ങളെ വിസ്മയിപ്പിക്കുന്ന ചില എഴുത്തുകാരുണ്ട്. ഈ വർഷം സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻ കാങ് ഈ ഗണത്തിൽപ്പെടുന്ന പ്രതിഭാശാലിയാണ്. ശാരീരികവും മാനസികവുമായ പീഡനങ്ങളെ തീക്ഷ്ണവും കാവ്യാത്മകവുമായ ഗദ്യത്തിലൂടെ അവർ അനാവരണം ചെയ്യുന്നു. വയലൻസും ചെറുത്തുനിൽപ്പുമൊക്കെ ഹാൻകാങ്ങിന്റെ കൃതികളുടെ പ്രധാന പ്രമേയങ്ങളാണ്. ഹാൻകാങ്ങിന്റെ 2007 പുറത്തിറങ്ങിയ 3 ഭാഗങ്ങളുള്ള നോവലാണ് വെജിറ്റേറിയൻ. 2016 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് നേടിയ ഈ കൃതിയുടെ സമകാലിക വായന ഏറെ കൗതുകകരമാകും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സാംസ്കാരികവും ധാർമ്മികവുമായ യാതൊരു പരിഗണനകളുമില്ലാതെ ഓരോരുത്തരും എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത് തുടങ്ങിയവ തീരുമാനിക്കുന്നതിൽ മറ്റുള്ളവർ ഇടപെടുകയും ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്ന സമകാലിക സാഹചര്യത്തിൽ ഈ നോവൽ ഏറെ ശ്രദ്ധേയമാണ്. ഹാൻകാങ്ങിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതോടെ അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ നോവൽ എന്ന നിലയ്ക്ക് വെജിറ്റേറിയൻ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഗ്രാഫിക് ഡിസൈനിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഇയോങ് ഹോങ് ഭ്രമാത്മകമായ ഒരു സ്വപ്നത്തിന് ശേഷം മാംസാഹാരത്തെ വർജിക്കുന്നു. മനുഷ്യന്റെ ഹിംസാത്മകതയാണ് മാംസത്തിലൂടെ തെളിയുന്നതെന്ന് അവരുടെ അവബോധ മനസ്സ് വിചാരിക്കുന്നു. അങ്ങനെ സസ്യഭുക്കായി ജീവിക്കാനുള്ള അവരുടെ തീരുമാനത്തെ അവരുടെ ബന്ധുക്കളും ഭർത്താവുമെല്ലാം എതിർക്കുകയും കൊറിയൻ സാംസ്കാരിക ജീവിതത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി മാറുന്നതുമൊക്കെയാണ് നോവലിന്റെ ഇതിവൃത്തം. പോർട്ടബെല്ലോ ബുക്സാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആധുനിക സ്ത്രീ മനസ്സിന്റെ ആവിഷ്കാരമായി വിലയിരുത്തപ്പെടുന്ന വെജിറ്റേറിയൻ മനുഷ്യന്റെ ഹിംസാത്മകതയും ലൈംഗിക ത്വരകളുമെല്ലാം പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. അതീവ ചാരുതയുള്ള ആഖ്യാനത്താൽ സമ്പന്നമായ ഈ നോവലിന്റെ പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണനാണ്. വിവർത്തനത്തിൽ നഷ്ടപ്പെടുന്നതെന്തോ അതാണ് കവിതയെന്ന പഴഞ്ചൊല്ലിനെ കാറ്റിൽ പറത്തി നോവലിന്റെ കവിതയും ആത്മസത്തയും തന്മയത്വത്തോടെ അടയാളപ്പെടുത്തുന്ന ഭാഷാന്തരം അതീവ ഹൃദ്യമായിരിക്കുന്നു. കൊറിയൻ സംവിധായകനായ ലിം വു സിയോക് ഈ നോവലിനെ അടിസ്ഥാനമാക്കിയെടുത്ത വെജിറ്റേറിയൻ എന്ന സിനിമയും ലോക സിനിമാ പ്രേമികളുടെ ഹൃദയം കവർന്നിരുന്നു. എന്തെങ്കിലും എഴുതുക എന്നതല്ല, എന്തെങ്കിലും ഉള്ളത് എഴുതണമെന്നും കാലത്തെ അതിജീവിക്കുന്ന രചനകളും സമൂഹത്തിൽ തിരുത്തൽ ശക്തികളാകുന്ന രചനകളുമൊക്കെയാണ് സാംസ്കാരിക നവോത്ഥാനത്തിന്റെ മായാത്ത മുദ്രകൾ തീർക്കുക എന്നും നാം അറിയണം. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceo.media+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.